നല്ല ഭക്ഷണം സ്നേഹത്തോടെ വിളമ്പുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ രുചിക്കൂട്ടൊക്കെ അനുസരിച്ച് വളരെ മനോഹരമായി അല്ലെങ്കിൽ ടേസ്റ്റിയോടുകൂടി ഉണ്ടാക്കുക എന്നുള്ളതല്ലേ. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് താറാവ് കറിയാണ്. നമ്മളെ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടത്തോടെ വിളമ്പിക്കൊടുക്കാവുന്ന നല്ലൊരു താറാവ് കറിയാണിത്. ഞാനിന്ന് മുളകിട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ, വറുത്തരച്ചിട്ടും വെക്കാവുന്നതാണ്. ഇതിന് വേണ്ടി ഞാനൊരു താറാവ് എടുത്തിരിക്കുന്നു. താറാവ് ജസ്റ്റ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്, ഒരു ചെറിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും 4-5 പച്ചമുളകും ഒരു കൂട് വെളുത്തുള്ളിയുടെ പകുതിയും തോല് കളഞ്ഞ് വൃത്തിയാക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് 2 തക്കാളിയാണ്. പിന്നെ ഗരം മസാല മസ്റ്റാണ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് ബെസ്റ്റാണ് ഇതിന്. എൻ്റെ സ്പെഷ്യലായ ഗരം മസാലയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിട്ടാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിത് തുടങ്ങാം. ആദ്യം തന്നെ അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരച്ച് വച്ചിരിക്കുന്നതായ, അതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കണം. ഇതൊന്ന് വാടി വരുമ്പോൾ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ, അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, അതായത് സവാള. അതിനത് നന്നായിട്ട് വഴറ്റണം. സവാള പെട്ടെന്ന് റെഡിയാവുന്നതിനായി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക. സവാള വാടി വരുമ്പോൾ അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കാം. ഇനി ഇവയെല്ലാം ഇഴുകിച്ചേർന്ന് നന്നായി മിക്സ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മളെ കൂട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തീ കൺട്രോൾ ചെയ്യണം കേട്ടോ, നിങ്ങളെ പാത്രത്തിൻ്റെ ഇതനുസരിച്ച്. ഇനി അവയിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അവ മിക്സായി കഴിഞ്ഞാൽ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഇളക്കുന്നതിലൊരു കാര്യമുണ്ട് കേട്ടോ, നന്നായി മിക്സ് ചെയ്യും. എല്ലാം കൂടി പെട്ടെന്ന് ഇട്ട് കൊടുത്താൽ അത്ര ശരിയായിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് എല്ലാം ഒന്ന് പിടിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇത്. അതും കൂടി കൂട്ടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ ഗരം മസാലപ്പൊടി ഇടേണ്ടത്. ഗരം മസാലപ്പൊടി 1.5 സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവ വീണ്ടും നന്നായി ഇഴുകി ചേർക്കുക, നന്നായി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഈ കൂട്ട് പാകമായിരിക്കുകയാണ് നമ്മുടെ കൂട്ട്. അതിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പോലെ ഉണ്ടാവും. അതായത് നമ്മളൊരു ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്, എന്നാലും ആ വഴഞ്ഞത് കിട്ടും. അതിന് ശേഷം നമുക്ക് കഴുകി വെച്ച താറാവ് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മസാല അതിൽ പുരട്ടി കൊടുക്കണം. മസാല താറാവിലേക്ക് ചേർക്കുന്നതിനിടയിൽ ഉപ്പ് നോക്കണം കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പാണ് ഇട്ടിരിക്കുന്നത് ഉള്ളി വഴറ്റാൻ. ഇനി ഒരു 5-6 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഇത് നന്നായി വഴറ്റണം. നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും നമ്മൾ കാണുന്ന ഈ നെയ്യ് താറാവിൻ്റെ നെയ്യ് ഊറി വരുന്നതാണ്. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വന്നിരിക്കുകയാണ്. ഈ ഒരു പാകമായാൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. താറാവിൻ്റെ നെയ്യും ഊറി വരും കേട്ടോ, അപ്പോൾ അത്യാവശ്യം നല്ല നീരുണ്ടാവും. അതുകൊണ്ട് അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. പൊതുവേ താറാവ് കുറച്ച് കട്ടിയിലാണ് വെക്കുക, മുളകിട്ട് വെക്കുമ്പോൾ പ്രത്യേകിച്ചും. ഇനി കുക്കറിൻ്റെ അടപ്പിട്ട ശേഷം താറാവ് വേവിച്ചെടുക്കാം. ചള്ള് താറാവാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ താറാവാണെങ്കിൽ പെട്ടെന്നാകും. ഇടത്തരം താറാവാണെങ്കിൽ ഒരു 5 വിസിൽ വരെ വരണം. കറി റെഡി ആയിട്ടുണ്ട്. അതിന് അത്യാവശ്യം ചെറിയൊരു മിനുക്ക് പണിയുണ്ട്. അതിന് വേണ്ടി ഇത്തിരി ഉണക്കമുളക് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ ഗീയും ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിടുക. 5-6 ചെറിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഉള്ളി ഒന്ന് ചെറിയ രീതിയിൽ നിറം മാറുമ്പോൾ മുളക് ക്രഷ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്നതിലുള്ള ബാക്കി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ശേഷം അതൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു. ഇനി കുറച്ച് സമയത്തേക്കൊന്ന് അടച്ച് വെച്ചുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വിളമ്പിയെടുക്കാം. വളരെ ടേസ്റ്റി ആയ ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.